മച്ചി, വക്കീലിന്റെ പനി എങ്ങനെയുണ്ട്? കുറവുണ്ട് മോനെ. മോളെ, ടോമൻ ജെറി എത്തിയിട്ടില്ല. തൽക്കാലം ഇത്. ഏയ് ഗോപാലകൃഷ്ണൻ, എന്തൊക്കെയുണ്ട് ഡോക്ടർ വിശേഷം? നല്ല ആളാ താൻ. ഈ വീടെടുത്ത് വന്നിട്ട് 2 ആഴ്ചയായല്ലോ. എന്നീ പത്രം തന്നിട്ട് പോകുന്നതല്ലാതെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. നേരെ തന്നെ നോക്കാന്നുള്ളപ്പോ എന്തിനാ മാഡം തിരിഞ്ഞു നോക്കുന്നത്? എന്താ പ്രശ്നം? എന്തായി നമ്മുടെ ഗ്യാസ് കണക്ഷൻ? ഞാൻ ദിവസവും കയറി ഇറങ്ങി അവരുടെ സ്വൈരം കെടുത്തുന്നുണ്ട്. ഇവിടത്തെ മാത്രമല്ല, ഈ കോളനിയിൽ നിന്ന് 5-6 ആപ്ലിക്കേഷൻ വേറെയുണ്ട്. ഏതായാലും ഒരാഴ്ചക്കകം മാഡത്തിന്റെ ഗ്യാസ് കണക്ഷൻ റെഡി. എന്താ പോരെ? The deviation between 2 pillars 2 into 15. സോറി, ആള് നിൽക്കുന്ന കണ്ടില്ല. കണ്ണു കാണാതിരിക്കാൻ പ്രായമായില്ലല്ലോ എനിക്ക്. ഒരബദ്ധം പറ്റിയാണെന്ന് പറഞ്ഞില്ലേ? എനിക്കറിയാം, ഓവർ സ്മാർട്ടാ നോക്കിയതാ. എന്നിട്ടിപ്പോ ഒരു സോറി. അതാരാ? അങ്ങനെ ആൾക്കാർക്ക് പേരുണ്ടോ? കുട്ടി വേണ്ട. എന്താണ് പേർപ്പിക്കണോ? അത് ശരി, തന്റെ ഈ ഏർപ്പാട് ഞാൻ ഇന്ന് നിർത്തിത്തരാം. താൻ അമ്മ ഇങ്ങ് വിളിച്ചേ. നടക്കില്ല. മര്യാദയ്ക്ക് വിളിക്കുന്നോ അതോ? ആഹാ, ഗോപാലകൃഷ്ണോ? എന്തൊക്കെയുണ്ട് വിശേഷം ഗോപാലകൃഷ്ണ? ഇതാണ് ഇന്നത്തെ പ്രധാന വിശേഷം. ആവൂ, അവസാനം സംഘടിപ്പിച്ചു അല്ലേ? ടീച്ചർ പറഞ്ഞ ടൈപ്പിലുള്ള കറിക്കത്തി അവിടെ ഇല്ലായിരുന്നു, പിന്നെ ചെയ്യിപ്പിച്ചെടുത്തതാ. ഇന്നലെ പാതിരാത്രി വരെ കൊല്ലക്കുടിയിൽ കുത്തിയിരിക്കായിരുന്നു. നീ എന്താ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നത്? ഗോപാലകൃഷ്ണന്റെ എല്ലാ കാര്യവും നിനക്ക് കത്തിൽ എഴുതാറില്ലേ? ഊട്ടിയിൽ നിന്ന് വന്നു. നോക്കണ്ട, നിന്റെ മാത്രമല്ല ഈ നാട്ടിലുള്ള സകല ആൾക്കാരുടെയും ബയോഡേറ്റ ഇവിടെ കാണാപ്പാടമാണ്. സത്യം പറഞ്ഞ ഗോപാലകൃഷ്ണൻ ഇല്ലെങ്കിൽ ഈ നാട്ടിൽ ഒരു കാര്യം. അയ്യോ, എന്നെ ഇങ്ങനെ നിർത്തി പിടിക്കല്ലേ. പിന്നെ ടീച്ചർ, അപ്പുറത്തെ വീട്ടിന്റെ ടെറസിന്റെ മുകളില് ടെറസിന് മുകളിൽ ഒരു നില കൂടി പണിയാൻ വേണ്ടി പണിക്കൽ സാർ കോർപ്പറേഷനിൽ അപേക്ഷിച്ചിരിക്കുക. ഞാൻ പണിക്കൽ സാറിനോട് പറഞ്ഞു, ഇല മുള്ളി വീണാലും മുള്ള ഇല വീണാലും ഇലയ്ക്ക് തന്നെയാ കേട്. എന്താ? അല്ല, കോർപ്പറേഷന്റെ കാര്യമല്ലേ. ഇനി ഗൗരിക്കുട്ടി സ്ലോ സ്പീഡ് ആണല്ലോ. ഞങ്ങള് നടന്നോട്ടെ. പിന്നെ ഇതെന്താ ഒരു പുതിയ സ്റ്റൈൽ? ചോറും കറിയായിട്ടാ പത്രം ഇറങ്ങുന്നത്? പോരുന്ന വഴിക്ക് ഒരു കുട്ടിയുടെ അമ്മ തന്നതാ. ഇത് സ്കൂളിൽ എത്തിച്ചു കൊടുക്കണം. പരോപകാരം. നന്നായി. 8 മണിക്ക് എത്താമെന്ന് പറഞ്ഞ് വാക്ക് വിശ്വസിച്ച് ഞാൻ 3/4 മണിക്കൂറാ ട്യൂഷൻ കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിൽ നിന്നത്. അത് പിന്നെ ഒരു 100 കൂട്ടം പ്രശ്നങ്ങളല്ലേ ഞാൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്നത്? ഒക്കെ നാട്ടുകാരുടെ കാര്യങ്ങളല്ലേ? വല്ലോ, ഈ നാട്ടുകാരാണ് എന്റെ പ്രചോദനം, മാസ് സപ്പോർട്ട്, ജനപിന്തുണ, കരുത്ത്. എന്നിട്ട് കരുത്തനായ ഗോപാലകൃഷ്ണൻ എന്തിനാ ഇന്ന് ഉറക്കപ്പായി കിടന്ന് നിലവിളിച്ചത്? അമ്പലത്തിൽ വെച്ച് രാധയെ കണ്ടു അല്ലേ? ആവോ, അച്ഛന്റെ ഏട്ടന്റെ നേർക്ക് നേരെ നെഞ്ചു വിരിച്ചു നിന്ന് ഇറങ്ങി വാടിയെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോരാൻ തന്റെ ഇടമുള്ള ആണാണല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ. അതെ, ഈ സ്വപ്നം കാണുന്നതും തന്റെ ഇടവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നിനക്കറിയാമോ, കുഞ്ഞുനാളില് അച്ഛൻ മരിച്ചിട്ട് ചുടലേ വെച്ച വാഴക്കന്നിന് കൂമ്പ് പൊട്ടുന്നതിന് മുമ്പേ അമ്മയും എന്നെ അനിയത്തിയൊക്കെ നിന്റെ അച്ഛൻ പടിയിറക്കി വിട്ടത്. പൂമുഖത്ത് കുറുപ്പിനോട് അന്ന് എന്റെ കുരുന്ന് മനസ്സിൽ തോന്നിയ പക, പ്രതികാരദാഹം, അതെന്റെ ഉപബോധ മനസ്സിൽ കിടന്ന് തീയായി കനലായി. ചിരിക്കണ്ട. കഴിഞ്ഞ തവണ ഞാൻ കണ്ട സ്വപ്നം എന്തായിരുന്നെന്ന് അറിയോ നിനക്ക്? കംസനെ കൊല്ലുന്ന കൃഷ്ണൻ, സ്വന്തം അമ്മാവനെ മലർത്തിയടിച്ചിട്ട് കയറി നെഞ്ചു ചവിട്ടി കലക്കുന്ന ഗോപാലകൃഷ്ണൻ. നമ്മുടെ ലൈഫിൽ കംസവധത്തിന്റെ സിറ്റുവേഷൻ വന്നാലും അച്ഛന്റെ ജീവൻ ബാക്കി വെച്ചേക്കണേ. ഒന്നേ ഉള്ളൂ എനിക്ക് അച്ഛനായി. അതൊക്കെ അപ്പോഴത്തെ സൗകര്യം പോലെ തീരുമാനിക്കാം. ഏതായാലും നെഞ്ചു ചവിട്ടി കലക്കുന്നുള്ള ഉറപ്പ്.
ഒരിക്കലും നടക്കില്ലെന്ന് അറിയാവുന്ന കാര്യമാണെങ്കിലും മെനക്കെടാൻ ഒരുപാട് സമയമുണ്ട് നിനക്കല്ലടാ. ഇവിടെ വെച്ച് വേണ്ട പ്രശ്നം വെറുതെ എല്ലാവർക്കും നടക്കലാവും. ഇവളും നീങ്ങളുള്ള ഈ നടപ്പിന് അത്രയും നടക്കേടാവില്ല. മിണ്ടി പോകരുത്. ഇനി ഇങ്ങനെ ഒരുമിച്ച് കണ്ടാൽ ഞാൻ തല്ലിച്ചതയ്ക്കാമോ നിന്നെയല്ല ഇവളെ ആയിരിക്കും. കയറി വണ്ടിയിൽ സൂക്ഷിച്ചോ. ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ല പൈകിളി എന്റെ ബാലഗോപാലനെ എണ്ണ വെപ്പിക്കുമ്പം പാടടി വെള്ളം കോരി കുളിപ്പിച്ച് കിന്നരി ചോമനി ചെയ്യ രാജപ്പൂമുത്തായി പോയടി. ഒന്നും നിർത്തുന്നില്ല നീ. അവിടെ ഒരു ബാലഗോപാലൻ നേരം വെളുത്തപ്പോ തൊട്ട് ബാക്കിയുള്ളവർ ഒരു തുള്ളി വെള്ളത്തിന് നിൽക്കാം. കൊച്ചിനെ കുളിപ്പിച്ചേച്ച് മാറ സാവിത്രി. അയ്യോടി, ഇവിടെ വേറെ പൈപ്പിലിട്ട് ഞാൻ എന്നാ വേണം? എന്റെ കൊച്ചങ്ങ് പള്ളിക്കൂടത്തിൽ പോകാനുള്ളതാ. ഓ പിന്നെ പള്ളിക്കൂടത്തിലോട്ട് അങ്ങ് വിട്ടാച്ചാ മതി. തൊപ്പിയും വെച്ച് കളച്ചായിട്ട് ഇങ്ങ് വരും. ദേ, എന്റെ കൊച്ചുങ്ങളെ പറ്റി വല്ലതും പറഞ്ഞാലുണ്ടല്ലോ എന്റെ വായിന്ന് വല്ലതും കേൾക്കുവാ. ഈ അമ്മച്ചിക്കൊ ചുമ്മാ ഇരുന്നൂടെ? നീ ഉണ്ടായിരിക്കടി. ഇനി ആ ത്രേസ്യച്ചേട്ടത്തിയുടെ മൈക്ക് സെറ്റ് വർക്ക് ചെയ്യാൻ തുടങ്ങും. അത് നമുക്ക് കാണാം. ഇതൊന്ന് വഷളാക്കണം. ചേട്ടാ, പൈപ്പിന്റെ വെട്ടി കാവലാന്ന് പറഞ്ഞു ചുമ്മാ ഇരുന്നാ പോരാ. കേറി ഒതുക്ക്, ഇല്ല ഞങ്ങൾ ഇടപെടും. എന്റെ അമ്മച്ചി ഇവളുമാരുടെ തമ്മിത്തല്ല് കുറച്ച് ദിവസം ഇല്ലാതിരുന്നതാ. എടി, നിന്റെ ഈ നരുന്നിനെ ഞാൻ തോണ്ടി ദൂരോട്ട് കളയും. എന്റെ പൊന്ന് സാവിത്രി, നീ ആയിട്ട് ഇവിടെ ഒരു ക്രമസമാധാനം ഉണ്ടാക്കരുത്. ഒന്ന് മാറുന്നേ. തന്റെ ഈ കമ്പും കോലോടെ തോട്ടമുള്ളതുണ്ടല്ലോ, ശൃംഗരിക്കാതെ ആ ചൂരിലോണ്ട് അവിടെ ചന്തി കെട്ടി രണ്ട് കൊടുക്കിട്ട് എന്താ അവിടെ ഒരാൾക്കൂട്ടം? എന്തോ ആക്സിഡന്റ് ആയി കാണും. നിർത്ത്. ആരുടെ അമ്മയുടെ പേരെടുക്കണേ പാട്ടിൽ? വണ്ടി ഒതുക്കണ സാർ, ഒരാളെ മാറിക്കണം. ഞങ്ങൾ ഒരാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ സാർ. അവിടെ മാറിക്കല്ലേ പറഞ്ഞു. സാർ പ്ലീസ് പറയുന്നത് സാർ, പരിക്കേറ്റ് കിടക്കാൻ സാർ. എങ്ങനെ പ്ലീസ് സാർ. എന്താണ് കൈവറാൻ മുന്നേ കിടന്ന് മെഴുകുന്നത്? നീ ആ ചേരിക്കാരുടെ നേതാവാണല്ലോ. എന്താണ് മന്ത്രി വരുമ്പോ നിന്റെ ഒരു ഞങ്ങൾ ഒരാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ സാർ. സാർ, ഒരാളെ ആശുപത്രി കൊണ്ടുപോകാൻ എന്താണ് നിന്റെ വണ്ടി? ആംബുലൻസ് ആണോ? സാർ, ഒരു പോലീസുകാരനാണ് സാർ. വളരെ സീരിയസ് ആയിട്ട് മിനിസ്റ്റർ പാലം കിടന്നു മെസ്സേജ് കിട്ടി. അയ്യോ, കൊല്ലം പറ്റോ? हमारे बेटे അടികൊണ്ട് വീണ ഒരു പോലീസുകാരനാ. അയാൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നതിനിടയ്ക്ക് ഇവരെല്ലാരും കൂടെ ഞങ്ങള് ഇങ്ങനെ തല്ലി ചവച്ച്
എന്തിനാണ് സാർ ഈ അകമ്പടിയും പരിവാരവും ഒക്കെ? ഒരു ഞൊടി നേരം കൊണ്ട് അങ്ങേക്കെതിരെ ഒന്ന് കടന്നു പോകാനോ? കണ്ടോളൂ സാർ, ജനങ്ങളാ വോട്ട് ചെയ്തെന്നൊരു മഹാപാപമേ ചെയ്തിട്ടുള്ളൂ. അതിന്റെ ശിക്ഷയായി അനുഭവിക്കുന്നത്. ഉത്സവം കാണാൻ തടിച്ചുകൂടിയതല്ല ഇവരാരും. തടഞ്ഞു നിർത്തിയതാ അങ്ങേക്ക് മിന്നൽ പോലെ പാഞ്ഞു പോകാൻ. ഞങ്ങൾ കരമടയ്ക്കുന്ന കാശ നിങ്ങളുടെ ഈ വാഹനങ്ങളുടെ വീലിന്റെ അകത്ത് സ്പ്രിങ്ങും എല്ലാം. എത്ര പിഞ്ചു കുഞ്ഞുങ്ങളാണ് നിങ്ങൾ എല്ലാവരും ചേർന്ന് ചതച്ചരച്ചിട്ടുള്ളത്. എത്ര അമ്മമാരുടെ കണ്ണീര് ശാപമുണ്ട് സാറേ. എന്തിനാണ് സാർ, ആരോട് പന്തയം വെച്ചിട്ടാണ് നിങ്ങൾ ഈ ഭൂമി ഇറങ്ങുന്നതിനേക്കാൾ സ്പീഡിൽ ഓടിപ്പാഞ്ഞ് നടക്കുന്നത്? ജനങ്ങളോടോ? പറയണോ സാർ, ആരെയാണ് നിങ്ങൾക്ക് തോൽപ്പിക്കേണ്ടത്? ഇവിടെയോ? എടോ സദാനന്ദ, നന്നായിട്ട് കൊടുത്തല്ലോ അല്ലേ? ശരിക്കും കൊടുത്തു സാർ. ഇനി ഒന്നും ചെയ്യണ്ട. വെറുതെ നാളത്തെ പത്രത്തിൽ അടിച്ചു വരും. എവനൊക്കെ ചുമ്മാ പ്രശസ്തനാവും.